ഞാനൊരു കഥ പറയാം. ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോൾ ഒരു വർഷം ഹോസ്റ്റലിലാണ് നിന്ന്. പിന്നെയുള്ള 2 വർഷം ഞങ്ങൾ ഒരു റൂം എടുത്തിട്ട് അട്ടക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. ഞാനും ഒരു വയനാട്ടുകാരൻ വസീമും. ഞങ്ങളെ സീനിയറിന് തന്നെ റൂമിന് സീനിയർ റൂം തരുന്നതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ആകെ തന്നത് ഒരു കുക്കറാണ്. അപ്പോൾ ഈ കുക്കറിൽ തന്നെയാണ് ഞങ്ങൾ ചായ വെക്കലും ചോറ് വെക്കലും മാഗി വെക്കലും എല്ലാം. മെയിൻ ഷെഫ് വസീമാണ്. വസീം ആ കുക്കറിൽ മട്ടൻ ബിരിയാണി വരെ വെച്ചതാണ്. എല്ലാത്തിനും കൂടി ഞങ്ങൾക്ക് ഈ ഒരു കുക്കറും ഒരു പായും ആ റൂമും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ പഠിക്കണ കാലത്തൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ കുക്ക് ചെയ്യും, പിന്നെ കുറച്ചൊക്കെ പുറത്തുനിന്ന് കഴിക്കും. ഭയങ്കര ഒരു എക്സ്പെൻസ് കൺട്രോൾ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ല് ചില സമയങ്ങളിൽ വരും. നല്ല കോഴി പൊരിച്ചതിൻ്റെ മണം. ഇത് എവിടുന്നാണ് വരുന്നത് നമുക്കൊരു ഐഡിയ കിട്ടില്ല. നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണോ എവിടുന്നാണ് ഈ സ്മെല്ല് വരുന്നത് നമുക്കൊരു ഐഡിയ കിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ കൊതിപ്പിക്കണ ഒരു കോഴി പൊരിച്ചതിൻ്റെ മണം വരും. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ ഒരു കേത്തൽസ് ചിക്കൻ വിൽക്കുന്ന കട ഉണ്ട്. അതായത് ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കനാണ് കേത്തൽ ചിക്കൻ. ഈ കേത്തൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 600-700 ഗ്രാമുള്ള ചിക്കൻ സ്പെഷ്യൽ മസാലയിൽ മാരിനേറ്റ് ചെയ്ത് നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ട് അത് പിന്നെ ഗാർലിക്കും കരിവേപ്പിലയും പിന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് വേറെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ സ്പെഷ്യൽ ചിക്കനാണ് ഈ കേത്തൽ ചിക്കൻ. ഭയങ്കര സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് പൂതിയാകുമ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും, ഓക്കെ നമുക്ക് അടുത്ത ആഴ്ച കേത്തൽസ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പൈസയൊക്കെ ഇങ്ങനെ സെറ്റാക്കി 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ പോയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങി അതിൻ്റെ കൂടെ നെയ്ച്ചോറും ചപ്പാത്തിയൊക്കെയാണ് കിട്ടുക. പക്ഷേ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ഇതൊന്നുമല്ല. ഈ ചിക്കൻ്റെ കൂടെ ഇവരൊരു നാരങ്ങ വെള്ളം തരും. ലൈമല്ല, ആക്ച്വലി തണുത്ത നാരങ്ങ വെള്ളം. അപ്പോൾ ഈ എരിവുള്ള ചിക്കൻ കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ തണുത്ത നാരങ്ങ വെള്ളം കൂടി കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് വരും. ആക്ച്വലി ഇവിടെ ഹൗസ് ഓഫ് കേത്തൽസ് എന്ന് പറഞ്ഞിട്ട് യെസ്ഡാൻ ഒയാസിസിൽ ഒരു ഹോട്ടലുണ്ട്. അവിടെ കേത്തൽസ് അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ കേത്തൽസ് മാത്രമല്ല കേട്ടോ, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ ഒരുപാട് മെനൂസ് ഉണ്ട്. പക്ഷെ ഞാൻ കേത്തൽസിന് ട്രൈ ചെയ്യാൻ വന്നതാണ്. പാൽപ്പൊറാട്ട ഓർഡർ ചെയ്യുക, കേത്തൽസ് ഓർഡർ ചെയ്യുക. ഒരു പാൽപ്പൊറാട്ടിൻ്റെ പീസ് ഇട്ടിട്ട് കേത്തൽസിലെ ഈ പൊടിയില്ലേ, ഈ പൊടി ഇട്ടിട്ട് ഒരു പിടി. അഫ്സൽക്ക് ഈ ലോകത്തിൻ്റെ മുന്നിൽ ഹെൽത്തി കുട്ടനാണ്. ഹെൽത്തി കുട്ടൻ്റെ പ്ലേറ്റ് എവിടെ? ഖത്തറിലുള്ള ആൾക്കാർക്ക് കേത്തൽസ് ഒന്ന് കഴിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ യെസ്ഡാനിലുള്ള ഹൗസ് ഓഫ് കേത്തൽസ് ചിക്കൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്ന് നോക്കാം, കഴിച്ചു നോക്കാം. ഇത് കഴിഞ്ഞാൽ ഈ നാരങ്ങ വെള്ളം കുടിക്കാം. സെറ്റാ.